പ്രതിപക്ഷ ഉപനേതാവ് പദവി സംബന്ധിച്ചുള്ള CPI തർക്കത്തിന് ഇതുവരെ ഒരു പരിഹാരമായിട്ടുമില്ല. പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം CPIക്ക് കിട്ടിയില്ല എങ്കിൽ നിയമസഭയിലടക്കം ഒരു തരത്തിലും സഹകരിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് CPI ഉള്ളത്. കഴിഞ്ഞ 10 വർഷം CPIM പറയുന്ന അനുസരിച്ചതുകൊണ്ടാണ് ഇത്ര വലിയ തോൽവി മുന്നണിക്കുണ്ടായതെന്നും ഇനി CPIM പറയുന്നത് മാത്രമേ നടക്കൂ എന്ന സ്ഥിതി അനുവദിക്കാനാകില്ലെന്നും CPI നേതാക്കൾ പറയുന്നു. TV പ്രസാദ് തുടരുന്നുണ്ട്. പ്രസാദ്, കടുത്ത നിലപാടിലേക്ക് കടക്കുകയാണ് CPI. ഇപ്പോൾ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം അത് എപ്പോൾ ഉണ്ടാകും, അതെങ്ങനെയാണ് ഉണ്ടാക്കുക? കീർത്തന ഷിഹാസ് പറഞ്ഞതുപോലെ LDFൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരടിക്ക് പോലും പിന്നോട്ട് പോകാൻ CPI തയ്യാറല്ല. നമുക്കറിയാവുന്നതുപോലെ LDFിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കക്ഷികളാണ് CPIM-ഉം CPI-യും. അതിൽ ഇത്രയും കാലം, പ്രത്യേകിച്ച് പറഞ്ഞാൽ കഴിഞ്ഞ 10 വർഷക്കാലം മുന്നണിയിൽ CPIM പറയുന്നത് മാത്രമാണ് നടന്നിരുന്നത് എന്ന വിമർശനമാണ് CPI ഉയർത്തുന്നത്. CPIM പറയുന്നത് മാത്രം നടന്നതുകൊണ്ടാണ് ഇത്ര വലിയ തോൽവിയിലേക്ക് മുന്നണി പോയതും എന്നും CPI നേതൃത്വം വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനി CPIM-ന്റെ ഈ വല്യേട്ടൻ കളിക്ക് നിന്നു കൊടുക്കേണ്ടതില്ല എന്ന കർശനമായ നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവി അത് CPIക്ക് കിട്ടിയേ തീരൂ എന്ന നിലപാടിലാണ് പാർട്ടിയുള്ളത്. അതിനിടയിൽ കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നു. അത് കഴിഞ്ഞ ദിവസം അതിന്റെ വിവരം പുറത്തു വരികയും ചെയ്തു. അതായത് അടിയന്തര പ്രമേയം അവതരിപ്പിക്കേണ്ട CPI അത് അവതരിപ്പിക്കാതെ മാറി നിന്നു എന്നുള്ള വിവരം കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത്. രാവിലെ എന്നും ചേരുന്ന പാർലമെന്ററി പാർട്ടി യോഗം അത് ചേർന്നുകൊണ്ടാണ് നിയമസഭയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്ന ആസൂത്രണം പ്രതിപക്ഷം നടത്തുന്നത് സാധാരണഗതിയിൽ. പക്ഷേ CPI അതിൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു കാര്യത്തിലും പ്ലാൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് നിയമസഭാ സമ്മേളനം മാറുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും നിർണായകമാണ്. കാരണം ഓരോ വിഷയങ്ങൾ ഏറ്റെടുത്ത് സർക്കാരിനെതിരെ വലിയ പ്രതിഷേധം, പ്രക്ഷോഭം ഒക്കെ തുടങ്ങേണ്ട നാളുകളിലേക്കാണ് സംസ്ഥാനം പോകുന്നത്. അങ്ങനെ വരുമ്പോൾ CPIയുടെ ഈ അസാന്നിധ്യം അല്ലെങ്കിൽ CPIയുടെ ഈ ബഹിഷ്കരണം അത് മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുകയാണ്. കേന്ദ്ര നേതൃത്വം പറയുന്നത് സംസ്ഥാനത്ത് തീർത്തോളൂ എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എപ്പോഴാണ് ഈ പ്രശ്നത്തിൽ പരിഹാരം ഉണ്ടാവുക എന്നുള്ളതാണ്. കടുംപിടുത്തം തുടരുകയാണ് CPI.